പല ആളുകളും തുറന്നു സംസാരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് പലരും അവരുടെ വിഷമങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുകയാണ്. സ്വന്തം ഭാര്യയോട് പോലും അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറയാത്തവരുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാത്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മാനസിക രോഗം എന്ന് മാത്രമല്ല, ഏത് രോഗമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും അതിൽ നിന്ന് നമുക്കൊരു പരിഹാരം ലഭിക്കാൻ കരകയറാൻ വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാകും. അതിനെക്കുറിച്ച് അറിയുന്ന അതോറിറ്റിയുമായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കണം. ഡോക്ടർമാരെ കാണിക്കണം. പലരും മരിക്കുന്ന സമയത്താണ് അവരുടെ പ്രശ്നങ്ങൾ എഴുതി വെക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയൂ, ഷെയർ ചെയ്യൂ. എന്നാൽ അതിനൊരു സൊല്യൂഷൻ കാണാൻ സാധിക്കും, പരിഹാരം കാണാൻ സാധിക്കും. അല്ലാതെ മരിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ സോൾവ് ചെയ്യണം. അത് നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കരുത്. അതിങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് പിന്നീട് അത് വലിയ വിഷാദ രോഗമൊക്കെയായി മാറുന്നത്. എത്രയോ ആളുകളുണ്ട് ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് അവസാനം ജീവൻ അവസാനിപ്പിക്കുന്നവർ. ഇതൊക്കെയും സംഭവിക്കാൻ കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ്. അതായത് സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ, ഭീമമായ തുക കടബാധ്യതയുണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ രോഗങ്ങൾ പിടിപെട്ടാൽ, രോഗം മാറിയില്ലെങ്കിൽ, ശാരീരികമായിട്ട് അംഗവൈകല്യമുണ്ടായാൽ, ചില ആളുകൾക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ട്, ചില ആളുകൾക്ക് പൊക്കം കൂടിയതുകൊണ്ട്, ചില ആളുകൾക്ക് വണ്ണം കുറഞ്ഞതുകൊണ്ട്, ചില ആളുകൾക്ക് വണ്ണം കൂടിയതുകൊണ്ട്, എന്നാൽ ചില ആളുകൾക്കോ വിവാഹം ശരിയാകാത്തതുകൊണ്ട്, ചില ആളുകൾക്ക് വർഷങ്ങളായിട്ടും കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട്, കുടുംബബന്ധം തകർന്നു പോകുന്നത് കൊണ്ട്, ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികപരമായിട്ടുള്ള പരാജയം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും പലർക്കും ജീവിതത്തിൽ പല ടെൻഷനും ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് പല സമയങ്ങളിലും ഡിപ്രഷൻ ഉണ്ടാകുന്നത്, ടെൻഷൻ ഉണ്ടാകുന്നത് വിഷാദ രോഗമാണോ അല്ലെങ്കിൽ അതൊരു ഡിപ്രഷൻ മാത്രമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. വിഷാദ രോഗമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 ആഴ്ച ഒരു സമയം പോലും വിടാതെ എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും. മാത്രമല്ല വിഷാദ രോഗമാണെങ്കിൽ പ്രത്യേക കാരണങ്ങൾ ഒന്നും വേണ്ട, നമുക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാകും. സാധാരണയായിട്ട് നമുക്ക് ടെൻഷൻ വരിക എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടല്ലേ. എന്നാൽ ഒരു കാരണവുമില്ലാതെ നമുക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാകും, നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഇതാണ് വിഷാദ രോഗം. വിഷാദ രോഗമാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന അടയാളമാണ് ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ. മുമ്പൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ച് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും നമുക്ക് ആസ്വാദനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. ഇത് വിഷാദ രോഗം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, മുമ്പൊക്കെ നമുക്ക് കളിക്കാൻ താല്പര്യമായിരുന്നു കൂട്ടുകാരോടൊത്ത്. എന്നാൽ ഇപ്പോൾ കളിക്കാൻ താല്പര്യമില്ല, വീട്ടിൽ നിന്നും പുറത്തു പോകാൻ താല്പര്യമില്ല, വാഹനം ഓടിക്കാൻ താല്പര്യമില്ല, പുതിയ വസ്ത്രം വാങ്ങിക്കാൻ താല്പര്യമില്ല, അത് ധരിക്കാൻ താല്പര്യമില്ല. എവിടെയെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ താല്പര്യമില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ആഡംബര വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ താല്പര്യമില്ല, TV കാണാൻ താല്പര്യമില്ല, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ മുമ്പൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതിന്, എന്നാൽ ഇപ്പോൾ അതിനൊന്നും താല്പര്യമില്ലായ്മ. ഇത് വിഷാദ രോഗത്തിൻ്റെ അടയാളമാണ്. ഇനി വിഷാദ രോഗത്തിൻ്റെ 3ാമത്തെ ലക്ഷണമാണ് അകാരമായ ക്ഷീണം. പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ക്ഷീണം സംഭവിക്കുക. രാവിലെ എണീൽക്കാൻ കിടക്കപ്പായിൽ നിന്നും എണീക്കാൻ താല്പര്യമില്ല, അവിടെ തന്നെ കിടക്കാൻ നമുക്ക് തോന്നുക, വലിയ ക്ഷീണം. മാത്രമല്ല ജോലിക്ക് പോകാൻ താല്പര്യമില്ല, എപ്പോഴും ശരീരത്തിന് ക്ഷീണവും തളർച്ചയും ഉണ്ടാകുക. ഇത് വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി 4ാമത്തേത് ഉറക്കം കുറവായിരിക്കും. എങ്ങനെയുള്ള ഉറക്കമാണ്? പാതിരാ സമയത്തൊക്കെ നമ്മൾ എണീറ്റാൽ പിന്നീട് നമുക്ക് ഉറക്കം വരില്ല. അതുപോലെ രാവിലെയൊക്കെ നമ്മൾ നേരത്തെ എണീൽക്കും,
അതായത് ഒരു 3 മണി 3:30 ആകുമ്പോഴേക്കും നമ്മൾ ഉണരും. പിന്നീട് നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. എന്നാൽ വിഷാദരോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാതെ വരും. രാത്രി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും നമുക്ക് ഉറക്കം കിട്ടില്ല. ഇനി അഥവാ നമുക്ക് ഉറക്കം കിട്ടിയാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഉണരും. അങ്ങനെ നമുക്ക് ഉറക്കം ശരിയാകാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥ. ഇത് വിഷാദരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി വിഷാദരോഗികളിൽ കാണുന്ന മറ്റൊരു അടയാളമാണ് ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മ. ആസ്വദിച്ച് കഴിച്ചിരുന്ന പല ഭക്ഷണങ്ങളോടും ഇപ്പോൾ താല്പര്യമില്ലായ്മ. ഇത് വിഷാദരോഗത്തിൻ്റെ ഒരു അടയാളമാണ്. അതുപോലെ തന്നെ ഇനി നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ശ്രദ്ധ പോവുക, അതിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ വരിക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാൻ കഴിയാതെ ആകുക. നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുക, കാര്യങ്ങൾ വളരെ വേഗം മറന്നു പോവുക. ഇതൊക്കെയും വിഷാദരോഗികളിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ചിന്തകളിലും പ്രവൃത്തികളിലുമുള്ള ഗതിവേഗക്കുറവ്, ഇതും വിഷാദരോഗികളിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തെടുത്ത് പറയാനുള്ള താമസം. മാത്രമല്ല ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തു തീർക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇതൊക്കെയും വിഷാദരോഗികളിൽ കാണപ്പെടുന്ന ഒരു അടയാളമാണ്. അതുപോലെ തന്നെ അടുത്ത ലക്ഷണമാണ് വിഷാദമായിട്ടുള്ള ചിന്തകൾ. അതായത് എനിക്കിനി ഒന്നിനും കഴിയില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എൻ്റെ ജീവിതം പരാജയത്തിലാണ്, ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല, ഒരു പ്രതീക്ഷയുമില്ല, എന്നെക്കൊണ്ട് എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കുമൊക്കെ ഒരു ഭാരമാണ്, എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, എനിക്ക് ഇനി ജീവിതമില്ല. ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുക. മാത്രമല്ല അകാരണമായ കുറ്റബോധവും ഈ വിഷാദരോഗികളിൽ ഉണ്ടാകാറുണ്ട്. അതായത് മുമ്പ് ചെയ്തു പോയ ചെറിയ തെറ്റുകളിൽ പോലും നമുക്ക് ഇപ്പോൾ വലിയ ടെൻഷൻ ഉണ്ടാകുക, വലിയ കുറ്റബോധം ഉണ്ടാകുക, അത് വലിയ തെറ്റാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുക. സ്വാഭാവികമായും ഇങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ ഇനി എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്, അങ്ങനെ ഒരു മരണചിന്തയും അവർക്കുണ്ടാകും. ജീവൻ അവസാനിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിക്കുന്നവരും അത് ചെയ്യുന്നവരുമുണ്ട്. ടെൻഷൻ കാരണം, ഡിപ്രഷൻ കാരണമാണ് ഒരുപാട് ആളുകളും ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക്, വിഷാദരോഗമുള്ള ആളുകൾക്ക് ചികിത്സ നൽകിയാൽ ഇത്തരത്തിലുള്ള ആത്മഹത്യയിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാൻ സാധിക്കും നമുക്ക്. ഈ വിഷാദരോഗം ചികിത്സിച്ചാൽ മാറാവുന്ന ഒരു രോഗവും കൂടിയാണ്. വിഷാദരോഗം ചെറുപ്പം വലുപ്പം എന്നില്ല, എല്ലാ പ്രായക്കാർക്കും ബാധിക്കുന്ന ഒരു രോഗമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമിതമായി ദേഷ്യമുണ്ടാകുക, സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുക, പഠനത്തിൽ പിന്നോക്കം പോവുക, ഇതൊക്കെയും വിഷാദരോഗത്തിൻ്റെ അടയാളമാണ്. എന്നാൽ കൗമാരക്കാരിൽ കാണപ്പെടുന്ന അടയാളമാണ് അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും, കൂടുതൽ ഉറക്കമുണ്ടാകും. മാത്രമല്ല ലഹരി പദാർത്ഥങ്ങളോട് അവർക്ക് വലിയ താല്പര്യമായിരിക്കും. കള്ളിനോടും കഞ്ചാവിനോടൊക്കെ അവർക്ക് വലിയ താല്പര്യമായിരിക്കും ഉണ്ടാകുക. എന്നാൽ മധ്യവയസ്കരിൽ ചില ശാരീരിക വിഷമതകളാണ് കാണാറുള്ളത്. അതായത് വിട്ടുമാറാത്ത തലവേദന, നടുവേദന, സന്ധിവേദന, ഊരവേദന, കാൽമുട്ട് വേദന, അതുപോലെ വയറെരിച്ചിൽ, തരിപ്പ്, മരവിപ്പ് അനുഭവപ്പെടുക, ഇങ്ങനെ തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ് മധ്യവയസ്കരിൽ കാണപ്പെടുന്ന അടയാളങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം വൈകാതെ ഒരു വിദഗ്ധ ഡോക്ടറെ കാണുക, എന്നിട്ട് ചികിത്സിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് വിഷാദരോഗം വരുന്നത് എന്ന് നോക്കാം. അത് ജനിതകമായ കാരണങ്ങൾ കൊണ്ട് വരാം, സാമൂഹികമായ കാരണങ്ങൾ കൊണ്ട് വരാം. അതോടൊപ്പം നമ്മുടെ തലച്ചോറിൻ്റെ ചില രാസപദാർത്ഥത്തിൻ്റെ വ്യതിയാനവും ഇത്തരത്തിലുള്ള വിഷാദരോഗത്തിലേക്ക് നയിക്കാറുണ്ട്. പ്രധാനമായും ഈ വിഷാദരോഗത്തിൻ്റെ ചികിത്സ വരുന്നത് ഈ രാസവസ്തുക്കളുടെ അളവിൻ്റെ ക്രമീകരണത്തെ ലക്ഷ്യമാക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ചില വിഷാദരോഗങ്ങളൊക്കെ ചില ആളുകളുടേത് കൗൺസിലിങ്ങിലൂടെ സുഖപ്പെടുത്തിയെടുക്കാം. എന്നാൽ ചില ആളുകളുടേത് മരുന്ന് നിർബന്ധമാണ്. മരുന്ന് കഴിച്ചാൽ മാത്രമേ അത് സുഖം പ്രാപിക്കുകയുള്ളൂ.
എന്നാൽ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ജീവിത രീതി, ദിവസവും എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയും നമുക്ക് ഡിപ്രഷനിൽ നിന്നും വിഷാദ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സുഖം പ്രാപിക്കാം. കുറേയൊക്കെ നമ്മുടെ ജീവിത രീതി കാരണം, നമ്മുടെ വേണ്ടാത്ത ചിന്ത കാരണം ഇതൊക്കെയാണ് പല ആളുകൾക്കും ഡിപ്രഷൻ ഉണ്ടാകുന്നത്, അതുപോലെ വിഷാദ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് കുറേയൊക്കെ നമ്മുടെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ജീവിത രീതി, ദിവസവും എക്സസൈസ് ചെയ്യുക, ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുക, ഉറക്കം 8 മണിക്കൂർ ചുരുങ്ങിയത് ദിവസവും ഉറങ്ങുക, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതം നല്ല ആരോഗ്യപൂർണ്ണമാക്കിയാൽ തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ആത്മീയ ചികിത്സയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ വരാതിരിക്കാൻ, ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ടാകാൻ, അള്ളാഹുവിൻ്റെ കാവലുണ്ടാകാൻ, ഇത്തരത്തിലുള്ള വിഷാദ രോഗങ്ങൾ അതുപോലെ മറ്റ് രോഗങ്ങൾ, എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് കാവൽ ലഭിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞിരുന്ന ഈ ദിക്ർ നിങ്ങൾ ദിവസവും പതിവാക്കിയാൽ മതി. ചുരുങ്ങിയതൊരു 100 പ്രാവശ്യം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകില്ല, ടെൻഷൻ ഉണ്ടാകില്ല, ഇത്തരത്തിലുള്ള വിഷാദ രോഗമുണ്ടാകില്ല. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് നല്ല സമാധാനമുണ്ടാകും. 70ഓളം രോഗങ്ങൾക്ക് ഈ ദിക്ർ മരുന്നാണ്. എന്നാൽ ആ 70 രോഗങ്ങളിൽ ഏറ്റവും ചെറിയ രോഗം അത് മനോവിഷമമാണ്, ഡിപ്രഷനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഏതാണ് ആ ദിക്ർ എന്ന് ഞാൻ പറഞ്ഞു തരാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് ദിവസവും ചൊല്ലുന്ന ആളുകൾക്ക് ഒരു വിഷാദ രോഗമോ മറ്റ് രോഗങ്ങളോ ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകില്ല. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. ഡിപ്രഷൻ ഉണ്ടാകില്ല, മനസ്സമാധാനമുണ്ടാകും, അള്ളാഹുവിൻ്റെ കാവലും നമുക്കുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ദിക്റും നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെ ഒരു രോഗവുമില്ലാതെ നല്ല ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും കിട്ടുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.